നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 75, ചാപ്റ്റർ നമ്പർ 31. ഇന്നത്തെ കാലത്തെ ചില യഥാർത്ഥ കഥകൾ. ഈ കഥയുടെ ഒരു ഭാഗം ഇവിടെയും ബാക്കി ഈ പുസ്തകത്തിന്റെ 287 പേജിൽ വായിക്കുക. ഭക്ത സുരേഷ് ദാസിന്റെ നശിച്ച കുടുംബത്തെ ഉദ്ധരിച്ചു. ഭക്തനായ സുരേഷ് ദാസ്, സമൃദ്ധമായ ഗ്രാമം ധിങ്കൻ, കോളനി ഗഞ്ച, ഭക്തിയായ സുരേഷ് അഹ്ലാവത്, ഭക്ത്മതി, സ്ത്രീ ഭക്തി യശ്വന്തി എന്നിവരുടെ നശിച്ചുപോയ കുടുംബത്തെ ഉദ്ധരിച്ചു. ഭക്തനായ സുരേഷ് ദാസ് മദ്യത്തിനും പണത്തിനും പുകയിലയ്ക്കും അടിമയായിരുന്നു എന്നതിന് ദിഗൽ ഗ്രാമം സാക്ഷിയാണ്. അവൻ തന്റെ വീട് നശിപ്പിച്ചു. സിസ്റ്റർ യശ്വന്തി, സുരേഷിന്റെ ഭാര്യ, ഭേദമാക്കാനാവാത്ത അസുഖത്താൽ കഷ്ടപ്പെടുകയായിരുന്നു. അച്ഛൻ വീട്ടിൽ വരുന്നത് കണ്ട് ഒളിച്ചോടുന്ന 2 ആൺകുട്ടികൾ അവർക്കുണ്ടായിരുന്നു. വീട്ടിൽ വഴക്ക് പതിവായിരുന്നു. സിസ്റ്റർ യശ്വന്തിയുടെ ഒരു സഹോദരൻ DSP ഹരിയാന പോലീസിൽ ഇപ്പോൾ വിരമിച്ചു. അദ്ദേഹത്തിന്റെ പേര് രാജേന്ദർ സിംഗ് രതി, ഗ്രാമം ബപ്രോദ എന്നാണ്. സഹോദരിയുടെ ചികിത്സയിൽ അദ്ദേഹം ഒരു കുറവും കാണിച്ചില്ല. പക്ഷേ എല്ലാം വെറുതെയായി. ഹരിയാന പോലീസിൽ ജോലി ചെയ്യുന്ന എന്റെ ഭക്തരിൽ ഒരാൾ ആര്യ സമാജത്തിന്റെ മഹാനായ പ്രഭാഷകൻ ശ്രീ ജോഹ്രി സിംഗിന്റെ ജസ്രാന ഗ്രാമം സോനിപത് ജില്ല മകനാണ്. എന്റെ ഇളയ സഹോദരൻ മഹേന്ദ്ര സിംഗും അദ്ദേഹത്തോടൊപ്പം ഹരിയാന പോലീസിൽ ജോലി ചെയ്തിരുന്നു. മഹേന്ദ്ര സിംഗ് 2016 വിരമിക്കേണ്ടി വന്നു. എന്നാൽ നീതിപൂർവകമായ ദൗത്യത്തിന്റെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം 2005 വിരമിച്ചു. അന്നു മുതൽ എന്നെ സഹായിക്കുന്നു. എന്റെ സഹോദരൻ SP റോഹ്തക്കിന്റെ ഡ്രൈവറായിരുന്നു. ഭക്തനായ ജയ്പൂർ മാലിക് DSPയുടെ ഡ്രൈവറായിരുന്നു. ജജർ. അവർ 2 പേരും കണ്ടുമുട്ടുമ്പോൾ എന്റെ സഹോദരൻ അവനുമായി ആത്മീയ അറിവുകൾ ചർച്ച ചെയ്യുമായിരുന്നു. തുടക്കത്തിൽ ആര്യസമാജിയായതിനാൽ ഭക്തനായ ജയ്പൂർ വളരെ വിഷമിച്ചു. അദ്ദേഹം തന്റെ ആചാര്യന്മാരെ കണ്ടു. പക്ഷേ അവസാനം സ്വന്തം കണ്ണുകൊണ്ട് സത്യം കണ്ടപ്പോൾ ഇത് മാത്രമാണ് സത്യമെന്ന് അദ്ദേഹം അംഗീകരിച്ചു. 1994 അദ്ദേഹം എന്നിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചു. 1995, 1996 കാലഘട്ടത്തിൽ ഭക്തനായ രാജേന്ദർ സിംഗ് രതി ജജ്ജാറിൽ നിയമിക്കപ്പെട്ടു. ഭക്തനായ ജയ്പൂർ അദ്ദേഹത്തിന്റെ ഡ്രൈവറായിരുന്നു. ഭക്തനായ രാജേന്ദറിന്റെ ഒരു സഹോദരൻ പോലീസിൽ ജോലി ചെയ്തിരുന്നു. സഹോദരി യശ്വന്തിക്ക് അനുഭവപ്പെട്ട അതേ രോഗം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. ഇക്കാരണത്താൽ 1995 അദ്ദേഹം മരിച്ചു. ഡ്രൈവറായതിനാൽ ഭക്തനായ ജയ്പൂറും DSPയുടെ കൂടെ പോയി അവന്റെ വീട്ടിലേക്ക്. അവൻ സ്ഥിതിഗതികൾ മുഴുവൻ മനസ്സിലാക്കി. അവിടെ നിന്ന് തിരിച്ചു വന്ന ശേഷം ഒരു ദിവസം ജയ്പൂർ DSPയോട് അഭ്യർത്ഥിച്ചു, സർ, അത് നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമെങ്കിൽ സന്ത് രാംപാൽജിയിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുക. തുടക്കത്തിൽ അവൻ സമ്മതിച്ചില്ല. പക്ഷേ ഒരു പരീക്ഷണമായി അവൻ തന്റെ സഹോദരി യശ്വന്തിയെ തന്റെ ഇളയ സഹോദരൻ സുഖ്ബീറിനൊപ്പം അയച്ചു. ഈ ദാസ്, രാംപാൽ ദാസ്, ജലസേചന വകുപ്പിൽ ജൂനിയർ എഞ്ചിനീയർ JE തസ്തികയിൽ ജോലി ചെയ്യുകയായിരുന്നു. എന്റെ ഗുരുജിയുടെ കൽപ്പന പ്രകാരം ഞാൻ ദീക്ഷ നൽകാനും സത്സംഗം ചെയ്യുവാനും തുടങ്ങി. ദൗത്യത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പരിചിതമായതിനെ തുടർന്ന് 1995 ഞാൻ ജോലി രാജിവെച്ച് പൊതുജനങ്ങളുടെയും ലോകത്തിന്റെയും ക്ഷേമത്തിനായുള്ള ദൗത്യത്തിന്റെ പ്രചാരണത്തിൽ ഏർപ്പെട്ടു. രാജിക്കത്ത് ഹരിയാന സർക്കാർ സ്വീകരിച്ചു. ഞാൻ എല്ലാ ഗ്രാമങ്ങളിലും സന്ത് ഗരീബ് ദാസ് ജി മഹാരാജിന്റെ സത്സംഗത്തിന്റെ അഖണ്ഡ് പാഠ് നിർത്താതെ വായിക്കുകയും നടത്തുകയും, അതായത് സത്സംഗം, ആത്മീയ സത്സംഗം നടത്തുകയും ചെയ്യുമായിരുന്നു. ഈ ആചാരം 3 ദിവസം നീണ്ടുനിന്നു. ആളുകൾക്ക് അറിവ് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ ദുരാചാരങ്ങൾ ഉപേക്ഷിച്ച് ഞാൻ അവർക്ക് ദീക്ഷ നൽകാറുണ്ടായിരുന്നു. അതുമൂലം ശിഷ്യന്മാർക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾ ലഭിച്ചിരുന്നു. ഈ പരമ്പരയിൽ തന്നെ 1995, 1996 ഒരു ദിവസം പഞ്ചാബ് ഗോർ ഡൽഹി ഗ്രാമത്തിലെ ഭക്തനായ ജഗദീഷിന്റെ വീട്ടിൽ ഒരു പാഠ് നടക്കുകയായിരുന്നു. ഭക്തനായ ജഗദീഷ് മദ്യപാനിയും റൌഡിയും മദ്യപിച്ച ശേഷം പ്രശ്നമുണ്ടാക്കുന്ന ആളുമായിരുന്നു. അദ്ദേഹം DTCയിൽ ജോലി ചെയ്തിരുന്നു. ഡൽഹിയിൽ എന്നിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചതോടെ ഭാര്യയുടെ ഭേദമാകാത്ത അസുഖവും ഭേദമായി. ദാസ്, ദൈവം എല്ലാം ചെയ്യുന്നു. കമ്പിയിലൂടെ വൈദ്യുതി വരുന്നത് പോലെ അദ്ദേഹത്തിന്റെ ശക്തി അദ്ദേഹത്തിന്റെ ഭക്തനിലൂടെ വരുന്നു. വയർ വൈദ്യുതിയല്ല. അതുപോലെ ഒരു ഗുരു ദൈവമല്ല, തീർച്ചയായും ഒരു വയറാണ്. ആ സമയം സഹോദരി യശ്വന്തിയുടെ നാവിന്റെ പ്രവർത്തനം നിലച്ചിരുന്നു. അവൾ ഊമയായി മാറിയിരുന്നു. സഹോദരി യശ്വന്തിക്കൊപ്പം സുഖ്ബീറും
വൈകുന്നേരത്തോടെ ജഗദീഷിന്റെ വീട്ടിലെത്തി. അവർ എന്നോട് മുഴുവൻ പ്രശ്നവും പറഞ്ഞു. രാത്രി സത്സംഗം ശ്രവിച്ച ശേഷം സഹോദരനും സഹോദരിയും രാത്രി അവിടെ തങ്ങി. ഞാൻ സഹോദരി യശ്വന്തിക്ക് ദീക്ഷ നൽകുകയും അനുഗ്രഹീത ഭക്ഷണം പ്രസാദം നൽകുകയും ചെയ്തു. അവൾ രാവിലെ ഉണർന്ന് സഹോദരനോട് പറഞ്ഞു, സഹോദര, എനിക്കിപ്പോൾ സംസാരിക്കാം, എനിക്ക് സുഖമായി. ഈ അത്ഭുതം കണ്ടപ്പോൾ സഹോദരനും സഹോദരിയും അവിടെ ഉണ്ടായിരുന്ന ആളുകളോട്, ഭോഗ് സമയത്ത് സത്സംഗം കേൾക്കാൻ എത്തിയവരോട് ഒരു അത്ഭുതം സംഭവിച്ചുവെന്ന് പറയുകയായിരുന്നു. അതിനുശേഷം ഉടജ സാറും കുടുംബാംഗങ്ങളും ബന്ധുക്കളും ചേർന്ന് ദീക്ഷ സ്വീകരിച്ച് പരീക്ഷണം ചെയ്യാനായി അദ്ദേഹം സഹോദരി യശ്വന്തിയെ സുഗ്വീർ സഹോദരന്റെ കൂടെ ദീക്ഷ എടുക്കുവാൻ അയച്ചു. ഇന്ന് ഇവരെല്ലാം ഐശ്വര്യമുള്ളവരും ഭക്തിയുള്ളവരുമാണ്. സ്ഥിരം മദ്യപാനിയായിരുന്ന ഭക്തനായ സുരേഷ് ഭാര്യ സുഖം പ്രാപിക്കുന്നത് കണ്ട് അദ്ദേഹം സത്സംഗത്തിന് വരാൻ തുടങ്ങി. മദ്യവും മറ്റെല്ലാ ലഹരി വസ്തുക്കളും ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ദീക്ഷ സ്വീകരിച്ച് നവീകരിച്ചു. അതുവരെ ഞങ്ങൾ ഒരു ആശ്രമവും പണിതിട്ടുണ്ടായിരുന്നില്ല. ഗ്രാമം തോറും ഞങ്ങൾ പബ്ലിസിറ്റി നടത്തിയിരുന്നു. ഇപ്പോൾ സഹോദരി യശ്വന്തിയുടെ കുടുംബം ദിഗൽ ഗ്രാമത്തിലെ മുഴുവൻ മാതൃകയാണ്. സുരേഷ് ചൗധരി ഭക്തനായി എല്ലാ ദുരാചാരങ്ങളും ഉപേക്ഷിച്ചു. അദ്ദേഹത്തിന്റെ 2 ആൺമക്കൾക്കും ഒരേ ദിവസം ഡൽഹി പോലീസിൽ കോൺസ്റ്റബിൾമാരായി നിയമനം ലഭിച്ചു. നിയമനം കിട്ടാൻ കൈക്കൂലി കൊടുത്തിട്ടുണ്ടാകുമെന്ന് ആളുകൾ കരുതിയിരിക്കണം. എന്നാൽ ഒരു പൈസ പോലും ആർക്കും നൽകിയില്ല എന്നതാണ് സത്യം. നിങ്ങൾക്ക് അത് സ്വയം അന്വേഷിക്കാം. ഇരുവരുടെയും മകന്റെ വിവാഹത്തിന് 1 രൂപയിൽ കൂടുതൽ ഒന്നും എടുത്തിരുന്നില്ല. ഇതും അന്വേഷിക്കാവുന്നതാണ്. അത്തരം നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഈ കഥ പറയുന്നതിന്റെ ഉദ്ദേശം ഗീതാധ്യായം 16 ശ്ലോകം 23, 24 എന്നിവയിൽ പ്രസ്താവിച്ചിരിക്കുന്നത് വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആരാധന രീതി ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് ഒരു പ്രയോജനവും ലഭിക്കില്ല എന്നതാണ്. ശാസ്ത്രീയ അടിസ്ഥാനമാക്കിയുള്ള ആരാധനയിലൂടെ അസാധ്യമായ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ ശക്തിയാൽ സാധ്യമാകും. ഒരാൾക്ക് മോക്ഷവും ലഭിക്കും. ഋഗ്വേദ് മണ്ഡലം 10 സൂക്തം 161 മന്ത്രം 2 ഭക്തി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഭേദമാക്കാനാവാത്ത അസുഖം പോലും ഭേദമാകുമെന്നതിന് തെളിവുകളുണ്ട്. ഒരു രോഗി മരണത്തിന്റെ വക്കിലാണെങ്കിലും യഥാർത്ഥ ഭക്തി ചെയ്യുന്ന വ്യക്തിയെ ദൈവം ആരോഗ്യമുള്ളവനാക്കുകയും അവന് അല്ലെങ്കിൽ അവൾക്ക് 100% ആയുസ് നൽകുകയും ചെയ്യുന്നു. അതായത് ഒരു ഭക്തൻ അവന്റെ അല്ലെങ്കിൽ അവളുടെ മുഴുവൻ ആയുസ്സിലും ജീവിച്ചിരിക്കുന്നു. പണ്ടൊക്കെ കറന്റ് എല്ലായിടത്തും ഇല്ലാത്തതുപോലെ അമ്മമാരും പെങ്ങന്മാരും കൈക്കൊണ്ട് ഓടിച്ചിരുന്ന മില്ലിൽ മാവ് പൊടിച്ചിരുന്നു. പുരുഷന്മാർ വെട്ടുകത്തി ഉപയോഗിച്ച് കൈക്കൊണ്ട് മൃഗങ്ങൾക്കുള്ള തീറ്റപ്പുല്ല് അരിഞ്ഞിരുന്നു. തുടർന്ന് ഒരു മാനുവൽ യന്ത്രം ചോപ്പർ കണ്ടുപിടിച്ചു. അതും ബുദ്ധിമുട്ടുള്ള ജോലിയായിരുന്നു. നിലവിൽ മൈദമില്ലുകളും ചോപ്പറുകളും തീറ്റപ്പുല്ലരിഞ്ഞത് വൈദ്യുതി ഉപയോഗിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അസാധ്യമായ ഒരു ദൗത്യം നിർവഹിക്കപ്പെടുന്നു. എല്ലാം വേഗത്തിലും എളുപ്പത്തിലും ഒരാൾ വ്യവസ്ഥാപിതമായി വൈദ്യുതി കണക്ഷൻ എടുക്കുകയും വൈദ്യുതി നിയമങ്ങൾ പാലിക്കുകയും വേണം. അല്ലെങ്കിൽ ഈ ആനന്ദകരമായ വൈദ്യുതി നാശത്തിന് കാരണമാകുന്നു. അതുപോലെ ഒരാൾ ദൈവബന്ധം സ്വീകരിക്കുകയും ദൈവത്തിന്റെ നിയമങ്ങൾ പാലിക്കുകയും വേണം. അപ്പോൾ ദൈവം എല്ലാ സന്തോഷവും മോക്ഷവും നൽകുന്നു. ഒരു നിയമം ലംഘിച്ചാൽ ദൈവത്തിന്റെ ശക്തി വരുന്നത് വിച്ഛേദിക്കപ്പെടുന്നു. ഒരാൾക്ക് എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നത് നിൽക്കും. വ്യാജ ആചാര്യന്മാരുടെ മൊഴികൾ ശരിയാണെന്ന് കണക്കിലെടുത്ത് ദിഗൽ ഗ്രാമത്തിലെ ആളുകൾ അവരുടെ ഗ്രാമത്തിലെ മറ്റു ആളുകളെ ക്രോധ ആശ്രമത്തിലേക്ക് പോകുന്നത് തടയുക പതിവായിരുന്നു. ഭക്തരായ സുരേഷും സഹോദരി യശ്വന്തിയും ആ ആളുകളോട് കൂപ്പുകൈകളോടെ പറയുമായിരുന്നു, ഗ്രാമരാമ, നിങ്ങൾ ഞങ്ങളെ കൊന്നാലും വിട്ടാലും ഞങ്ങൾ ആശ്രമത്തിൽ പോകുന്നത് നിർത്തില്ല. ഞങ്ങളുടെ വീടിന് അവിടെ നിന്ന് തന്നെ ഐശ്വര്യവുമായി, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് നശിച്ചു പോയേനെ. അവരുടെ യഥാർത്ഥ ഭക്തിയുടെ ആനുപാതികമായ ഫലം ദൈവം നൽകിയിട്ടുണ്ട്. ഭക്തനായ സുരേഷിന്റെ മൊബൈൽ നമ്പർ 9034029495. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽ മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 77. സത്സംഗം കേൾക്കാത്തതിനാൽ പൂർണ്ണമായ നാശം സംഭവിച്ചു. കബീർ, രാം നാം കടവാ ലാഗെ, മീഠേ ലാഗെ ദാം, ദുവിധ മേ ദോനോ ഗൈ, മായ മിലി നാ രാം. പരിഭാഷ: സത്സംഗം ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കാത്ത ഒരു വ്യക്തി, പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ, ദൈവനിയമത്തെക്കുറിച്ച് അജ്ഞനാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അവൻ സമ്പത്ത് ശേഖരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതുമൂലം അവ രണ്ടും നഷ്ടപ്പെടുന്നു. അതായത് അവൻ ദൈവത്തെ പ്രാപിക്കുന്നില്ല.
മരണശേഷം സമ്പത്തും ഇവിടെ അവശേഷിക്കുന്നു. അതുകൊണ്ട് 2 കാര്യങ്ങൾ, അവന്റെ ജീവിതവും സമ്പത്തും ഇവിടെ കൊഴിഞ്ഞു പോകുന്നു. പഞ്ചാബ് സംസ്ഥാനത്ത് എന്റെ, അതായത് രാംപാൽ ദാസിന്റെ ബഹുമാനനായ ഗുരുദേവ്ജിക്ക് തൽവണ്ടി ബായ് എന്ന ഗ്രാമത്തിൽ ഒരു ആശ്രമമുണ്ട്. സത്ലോകിലേക്ക് പോയതിനു ശേഷം അദ്ദേഹത്തിന്റെ ദാസ്, അതായത് രാംപാൽ ദാസ്, എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ചകളിൽ ആത്മീയ പ്രഭാഷണം, അതായത് സത്സംഗം നടത്താൻ അവിടെ പോകുമായിരുന്നു. എന്റെ ഗുരുദേവ്ജിയുടെ ചില ശിഷ്യന്മാരും തൽവണ്ടി ബായ് ഗ്രാമത്തിലെ വ്യവസായികളാണ്. ഒരു വൃദ്ധയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ വ്യവസായിയുടെ ബന്ധുവായ ഒരാൾ കുടുംബത്തോടൊപ്പം വെള്ളിയാഴ്ച എത്തിയിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ചണ്ഡീഗഡിലെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. സത്സംഗി ബന്ധുക്കൾ അവനോട് പറഞ്ഞു, ഇന്നത്തേക്ക് മാത്രം മാറി നിൽക്കൂ, നാളെ രാവിലെ 8 മുതൽ 10 വരെ സത്സംഗമുണ്ടാകും. സത്സംഗം കേട്ട് അനുഗ്രഹം കിട്ടിയതിനു ശേഷം പോകൂ. ബന്ധു പറഞ്ഞു, നാളെ, അതായത് ഞായറാഴ്ച, ഒരു പാർട്ടി വരും. ഉച്ചയ്ക്ക് 2 മണിക്ക് എനിക്കൊരു കരാർ ഒപ്പിടണം. അതിലെനിക്ക് 5 ലക്ഷം രൂപയുടെ ലാഭം ലഭിക്കും. ഈ സംഭവം 1998 സത്സംഗികൾ ശഠിച്ചു. ഞായറാഴ്ച രാവിലെ 11 മണിക്ക് പുറപ്പെട്ടാലും കൃത്യസമയത്ത് എത്താം. ഞങ്ങൾ അവരെ വിളിക്കാം, അവർ കുറച്ചു കഴിഞ്ഞു വരുമെന്ന് അവരെ അറിയിക്കാം. എന്നാൽ അദ്ദേഹം സമ്മതിച്ചില്ല. കുടുംബത്തിലെ 4 അംഗങ്ങളും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവനും ഭാര്യയും ഒരു മകനും ഒരു മകളും മാരുതി കാറിലിരുന്ന് 4 പേരും ശനിയാഴ്ച ചണ്ഡീഗഡിലേക്ക് പുറപ്പെട്ടു. മണൽ നിറച്ചൊരു ട്രക്ക് കേടായതിനാൽ ചണ്ഡീഗഡിന് കുറച്ചു മുൻപ് അംബാല സിറ്റിക്ക് സമീപം പാർക്ക് ചെയ്തിരുന്നു. അതിന്റെ പിൻചക്രങ്ങൾ നീക്കം ചെയ്ത് ഒരു ജാക്കിൽ ഘടിപ്പിച്ചിരുന്നു. അത്യാഗ്രഹിയായ മനുഷ്യന് 5 ലക്ഷം രൂപയുടെ നേട്ടം മാത്രമേ കാണാനാകൂ, മറ്റൊന്നുമല്ല. അവൻ ഫുൾ സ്പീഡിലായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. കാർ മണൽ നിറച്ച ട്രക്കിന്റെ അടിയിൽപ്പെട്ട് ജാക്ക് മാറിപ്പോയി. കുടുംബം മുഴുവൻ തകർന്നു. അവർ സത്സംഗം കേൾക്കാൻ താമസിച്ചിരുന്നെങ്കിൽ ഈ ദുരന്തം സംഭവിക്കില്ലായിരുന്നുവെന്ന് അതിയായ സങ്കടത്തോടെയാണ് പറയുന്നത്. അവർ പണമില്ലെങ്കിലും കൈകാര്യം ചെയ്യുമായിരുന്നു. എന്നാൽ ശരീരമില്ലാതെ ഒരാൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. കാരണം ഒരാൾക്ക് ഒരു ശരീരമുണ്ടെങ്കിൽ ഒരുവന്റെ ക്ഷേമം ദൈവഭക്തിയിലൂടെ ചെയ്യാനാകും. പരമോന്നത ദൈവം കബീർജി മുന്നറിയിപ്പ് നൽകുന്നു. कबीर, राम नाम कड़वा लागे, मीठे लागे दाम. दुविधा में दोनों गए, माया मिली ना राम. പരിഭാഷ: സത്സംഗം. ആത്മീയ പ്രഭാഷണങ്ങൾ കേൾക്കാത്ത ഒരു വ്യക്തി, പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ, ദൈവനിയമത്തെക്കുറിച്ച് അജ്ഞനാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അവൻ സമ്പത്ത് ശേഖരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതുമൂലം അവ രണ്ടും നഷ്ടപ്പെടുന്നു. അതായത് അവൻ ദൈവത്തെ പ്രാപിക്കുന്നില്ല. മരണശേഷം സമ്പത്തും ഇവിടെ അവശേഷിക്കുന്നു. അതുകൊണ്ട് 2 കാര്യങ്ങൾ, അവന്റെ ജീവിതവും സമ്പത്തും ഇവിടെ കൊഴിഞ്ഞു പോകുന്നു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ദ വേ ഓഫ് ലിവിംഗ്, ജീവിക്കേണ്ട മാർഗം, പേജ് നമ്പർ 78. സത്സംഗത്തിലേക്ക് പോകുന്നതിലൂടെ വലിയ പ്രതിസന്ധി ഒഴിവാക്കപ്പെടുന്നു. कबीर, संत शरण में आने से आई टले बला. जय भाग्य में सूली हो, कांटे में टल जाए. വിവർത്തനം: സർവശക്തനായ കബീറിന്റെ പ്രീതിക്ക് അർഹനായ യഥാർത്ഥ ഗുരുവിൽ നിന്ന്, സദ്ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുന്ന ഭക്തനെ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ദൈവം സംരക്ഷിക്കുന്നു. മുൻ ജന്മത്തിലെ പാപം നിമിത്തം ഒരു ആരാധകൻ കഠിനമായ വേദനാജനകമായ ഒരു സ്തംഭത്തിൽ സൂളിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണെങ്കിൽ ദൈവം ആ ആരാധകന്റെ വധശിക്ഷ അവസാനിപ്പിച്ച് മുള്ളുകൊണ്ട് കാലിൽ കുത്തുന്നത് പോലെയുള്ള നിസ്സാരമായ ശിക്ഷ കൊണ്ട് അത് ഒഴിവാക്കുന്നു. കാലിൽ ഒരു വലിയ പ്രശ്നമായിരുന്ന ഭയാനകമായ ശിക്ഷയെ അദ്ദേഹം നാമമാത്രമായ ശിക്ഷയാക്കി മാറ്റുന്നു. ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമത്തിൽ ഒരു സന്യാസിയുടെ ഒരു ആശ്രമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ പല കുടുംബങ്ങളും ആ ഗുരുജിയുടെ ശിഷ്യന്മാരായിരുന്നു. വർഷത്തിൽ 2 തവണ മാത്രമേ ഗുരുജി ആ ആശ്രമത്തിൽ വരാറുള്ളൂ. ചില സ്ഥിരം ശിഷ്യന്മാരും കൂടെ വരാറുണ്ടായിരുന്നു. ഓരോ തവണയും സന്യാസി തന്റെ സംഘത്തോടൊപ്പം 2 മാസം ആ ആശ്രമത്തിൽ താമസിച്ചു. പിന്നീട് മറ്റ് ആശ്രമങ്ങളിൽ പോയിരുന്നു. അവന്റെ പരിപാടി പ്രകാരം ഗുരു 2 മാസമായി വന്നിരുന്നു. ആ ഗ്രാമത്തിലെ ഭക്തർ അവരവരുടെ വീടുകളിൽ നിന്ന് ഭക്ഷണ ക്രമീകരണം നടത്തിയിരുന്നു. ഒരു കുടുംബം എല്ലാ ദിവസവും ഭക്ഷണം തയ്യാറാക്കി ആശ്രമത്തിലെത്തുകയും ആശ്രമത്തിലുള്ളവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു. ഓരോ ഭക്തനും തങ്ങളുടെ ഗുരുജിക്ക് ഏറ്റവും നല്ല ഭക്ഷണവും ചോറ്, പുട്ടും പച്ചക്കറി വിഭവവും ചപ്പാത്തിയും നൽകണമെന്ന് ആഗ്രഹിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ഭക്ഷണം തയ്യാറാക്കാൻ ഒരു കുടുംബത്തിന്റെ ഊഴമായിരുന്നു. അന്ന് പാല് കേടായിപ്പോയി. കസ്തൂരി എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. അവളുടെ അയൽപ്പക്കത്ത് അമ്മയും മകനും മാത്രമുള്ള ഒരു കുടുംബമുണ്ടായിരുന്നു.
കാരണം ആ സ്ത്രീ റാമോയുടെ ഭർത്താവ് ആൺകുട്ടിക്ക് 2 വയസ്സുള്ളപ്പോൾ മരിച്ചു. അമ്മായിയച്ഛന്റെ 2ാമത്തെ ഭാര്യയുടെ മക്കളിൽ ഒരാളുടെ മരുമകൾ വിധവയായ സംഭവത്തിന് ആ സഹോദരി അവളുടെ കുടുംബവും സാക്ഷിയായിരുന്നു. അവൾക്ക് 3 വയസ്സുള്ള ഒരു മകനുണ്ടായിരുന്നു. അവളുടെ ഇളയ സഹോദരനെ വിവാഹം കഴിച്ചു. അളിയനും വിവാഹിതനായിരുന്നു. അവൾക്ക് അളിയനിൽ നിന്ന് ഒരു മകനുമുണ്ടായിരുന്നു. ഭാര്യ സഹോദരനും ഭാര്യയും കൂലിപ്പണിക്കാരനെ പോലെയാണ് അവളോട് പെരുമാറിയിരുന്നത്. അവർ അമ്മയ്ക്കും മകനും ലളിതമായ ഭക്ഷണവും അവശേഷിച്ച ഭക്ഷണവും നൽകുമായിരുന്നു. ഇക്കാരണത്താൽ കുട്ടി വളർന്നപ്പോൾ ആത്മഹത്യ ചെയ്തു. അമ്മയും ഭ്രാന്ത് പിടിച്ച് എങ്ങോട്ടോ പോയി. എല്ലാ അളിയന്മാരും മോശക്കാരല്ല. ഈ സംഭവം ഓർക്കുമ്പോൾ ആ റാമോ സഹോദരി അവളുടെ സഹോദരനെ, ഇളയതോ മൂത്തതോ ആയ സഹോദരനെ വിവാഹം കഴിച്ചിട്ടില്ല. അവൾ തന്റെ മകനായ കർമ്മപാലിനെ വളർത്തി. അവൾ കഠിനാധ്വാനം ചെയ്തു. അവൾക്ക് കുറച്ച് ഭൂമിയും ഉണ്ടായിരുന്നു. അവൾ അതിൽ കഠിനാധ്വാനം ചെയ്യുകയും കന്നുകാലികളെ വളർത്തുകയും ചെയ്തു. അവൾ തന്റെ മകന് ശരിയായ പാലും നെയ്യും നൽകുമായിരുന്നു. അവൾ ആലോചിക്കാറുണ്ടായിരുന്നു, എന്റെ മകൻ ഉടൻ വളരും, ഞാൻ അവനെ വിവാഹം കഴിപ്പിക്കും, അവൻ എല്ലാം കൈകാര്യം ചെയ്യും, ഞാൻ സന്തോഷത്തോടെ ജീവിക്കും. എന്നാൽ സത്സംഗമില്ലാത്ത ഒരാൾക്ക് അറിവില്ല. കൂടാതെ അറിവ് നൽകുന്നത് സദ്ഗുരുവാണ്. എത്ര സമ്പന്നനായാലും ഭക്തിയില്ലാതെ ഒരു ജീവിക്ക് സന്തോഷിക്കാൻ കഴിയില്ല. അവന് അച്ഛനില്ലായിരുന്നു. സാധാരണയായി ഒരു മകൻ അമ്മയുടെ സ്നേഹത്താൽ ചീത്തയാകുന്നു. ഒരു അമ്മയുടെ സ്വഭാവം തന്റെ കുട്ടിക്ക് സാധ്യമായ എല്ലാ സുഖസൗകര്യങ്ങളും നൽകുക എന്നതാണ്. വിധവയുടെ മകനും വിധവയുടെ മകളും എപ്പോഴും ചീത്തയാകുമെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. കാരണം ഒരു പിതാവിന് തന്റെ ജോലി കാരണം മകളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ കഴിയില്ല. മകന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ അമ്മയ്ക്ക് കഴിയുന്നില്ല. എന്നിരുന്നാലും അവൾ മകളെ കൂടെ തന്നെ നിർത്തുന്നു. അതിന്റെ ഫലമായി മറ്റ് ലഹരി പദാർത്ഥങ്ങൾ കഴിക്കാൻ തുടങ്ങി. അമ്മയുമായി വഴക്കിട്ട് പണമോ തിന, യവം, കടല മുതലായവ വാങ്ങിവിറ്റ് ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്നു. അവന്റെ അമ്മ ദിവസം മുഴുവൻ കരയുമായിരുന്നു. ഞാൻ എന്താണ് ചിന്തിച്ചത്? എന്താണ് സംഭവിക്കുന്നത്? എല്ലാം തെറ്റായി പോകുന്നു. ഈ ടെൻഷൻ കാരണം അവൾ വളരെ മെലിഞ്ഞു തളർന്നിരുന്നു. ഭക്തിയായ കസ്തൂരി തന്റെ അയൽവാസിയായ റാമോയുടെ റാം വ്യാപാരിയുടെ വീട്ടിലേക്ക് പോയി. തുടക്കത്തിൽ അവളുടെ ക്ഷേമം ചോദിക്കുന്ന ഔപചാരികത ചെയ്തുകൊണ്ട് അവൾ ചോദിച്ചു, നിങ്ങളുടെ മകൻ എന്താണ് ചെയ്യുന്നത്? അമ്മയും മകനും എങ്ങനെയുണ്ട്? ഇത് കേട്ട് സഹോദരി റാമോ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സഹോദരി, ഞങ്ങൾ നല്ലവരല്ല. എന്റെ മകൻ ചീത്തയായി. അവൻ ലഹരി ഉപയോഗിക്കുന്നു. അവൻ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അവൻ എന്നോട് വഴക്കിടുന്നു. പേര് വിളിക്കാൻ പോലും ശ്രമിക്കുന്നു. എന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠനെ വിവാഹം കഴിക്കാൻ വീട്ടുകാരും നാട്ടുകാരും എന്നെ വല്ലാതെ സമ്മർദ്ദം ചെലുത്തിയിരുന്നതായി അറിയാം. രാജന്തിയുടെ സംഭവത്തിൽ ഭയന്ന് എന്റെ മകന്റെ സന്തോഷത്തെ കാണാൻ ഞാൻ എന്റെ ജ്യേഷ്ഠനെ വിവാഹം കഴിച്ചില്ല. അതിലും വലിയ സങ്കടമാണ് അവൻ എനിക്ക് തന്നത്. എനിക്ക് എവിടെയെങ്കിലും പോകാനോ ആത്മഹത്യ ചെയ്യാനോ തോന്നുന്നു. ഭക്തിയായ കസ്തൂരി പറഞ്ഞു, സഹോദരി, തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്. അവൻ പ്രായപൂർത്തിയായാൽ അവൻ മെച്ചപ്പെടും. നിങ്ങൾ മരിച്ചാൽ അവന്റെ പിതൃ സഹോദരന്മാർ ഭൂമി മുഴുവൻ പിടിച്ചെടുക്കും. അവർ ആൺകുട്ടിയെ അമിതമായി മയക്കിക്കൊല്ലും. ഒന്നും ചിന്തിക്കരുത്. ഒരു കാര്യം ചെയ്യൂ, എന്റെ കൂടെ സത്സംഗത്തിന് വരൂ. ഇവിടെ നിങ്ങൾ തനിച്ചായിരിക്കുമ്പോൾ അത്തരം ചിന്തകൾ നിങ്ങളിൽ ഉദിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ മെലിഞ്ഞുപോയി. റാമോ പറഞ്ഞു, ഇല്ല സഹോദരി, ഇല്ല. ഗ്രാമവാസികൾ എന്നെ സംശയത്തോടെയാണ് നോക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ജോലിക്ക് വിളിക്കുവാൻ എന്റെ വീട്ടിൽ വന്നാൽ ആളുകൾ അവരുടെ മേൽക്കൂരയിൽ നിന്ന് സംശയാസ്പദമായി നോക്കുന്നു. നിങ്ങൾക്കൊരു ഭർത്താവുണ്ട്. ഞാൻ സത്സംഗത്തിന് പോയാൽ ആളുകൾ എന്റെ ജീവിതം നരകമാക്കും. അപ്പോൾ എനിക്ക് തീർച്ചയായും മരിക്കേണ്ടി വരും. സഹോദരി പറയൂ, എന്താണ് നിങ്ങളെ ഇന്ന് രാവിലെ ഇവിടെ വരാനായി കാരണമായത്? കസ്തൂരി പറഞ്ഞു, സഹോദരി, നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മുടെ ഗുരുജി ആശ്രമത്തിൽ താമസിക്കുന്നു. ഇന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഊഴമാണ്. എന്റെ സഹോദരി, എനിക്ക് ഗീർ ഉണ്ടാക്കണം, അരിപ്പായസം ഉണ്ടാക്കണം. പാൽ കേടായിപ്പോയി. എനിക്ക് കുറച്ച് പാൽ കടം തരൂ. അത് ഞാൻ നാളെ തിരിച്ചു തരാം. ഇത് കേട്ടതും സഹോദരി റാമോയ്ക്ക് ഒരു വൈദ്യുതാഘാതം പോലെ തോന്നി. പശുവിനെ കറന്നിട്ട് പാൽ ബക്കറ്റ് തൂക്കിയിട്ടിരുന്നു. അതെടുത്ത് കസ്തൂരിയുടെ ബക്കറ്റിൽ മുഴുവൻ പാലും ഒഴിച്ചു. കസ്തൂരി പറഞ്ഞു, സഹോദരി, കുറച്ച് പാൽ സൂക്ഷിക്കുക. റാമോ പറഞ്ഞു, സഹോദരി, ഏത് ജന്മത്തിന്റെ പുണ്യമാണ് ഉണ്ടായതെന്ന് ദൈവത്തിനറിയാം. പാപിയായ എന്റെ പാൽ ഒരു പുണ്യപ്രവൃത്തിയിൽ ഉപയോഗിക്കപ്പെടും. എടുക്കൂ സഹോദരി. സന്യാസിമാർക്കും ഭക്തർക്കും ഭക്ഷണം കൊടുക്കുക. കസ്തൂരി അത്ഭുതപ്പെട്ടു. ഒരു സത്സംഗിയായിട്ടും ഞാൻ പോലും പാൽ മുഴുവൻ നൽകില്ല. 1-2 ലിറ്ററെങ്കിലും പാൽ കരുതുമായിരുന്നു. റാമോയ്ക്ക് സത്സംഗത്തിന്റെ പ്രയോജനം വേണം. അന്ന് കസ്തൂരിക്ക് സമയം കിട്ടിയില്ല. പിറ്റേന്ന് ഏകദേശം 11-12 മണിക്ക് അവൾ റാമോയുടെ വീട്ടിലേക്ക് പോയി. ഗ്രാമത്തിൽ സ്ത്രീകൾക്ക് പകൽ 12 മുതൽ 2 വരെ ഒഴിവു സമയം ലഭിക്കും. 2 മണിക്കൂറോളം അവൾ ഗുരുജിയിൽ നിന്ന് സത്സംഗത്തിൽ കേട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ പൊതുജനാഭിപ്രായം കണക്കിലെടുത്ത് റാമു സമ്മതിച്ചില്ല.
സഹോദരി കസ്തൂരി പറഞ്ഞു. അയ്യോ സഹോദരി, മീരാബായിയുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റാമു പറഞ്ഞു. അതെ, അവൾ കൃഷ്ണഭക്തയായിരുന്നു. കസ്തൂരി പറഞ്ഞു. അവൾ ക്ഷേത്രത്തിൽ പോകുമായിരുന്നു. അവൾ ഒരു താക്കൂർ കുടുംബത്തിലാണ് ജനിച്ചത്. സ്ത്രീകൾക്ക് വീടിന് പുറത്തിറങ്ങുന്നത് വിലക്കിയിരുന്നുവെങ്കിലും മീരാബായി ആരെയും ഗൗനിച്ചില്ല. പിന്നെ അവൾ ഒരു രാജാവിനെ വിവാഹം കഴിച്ചു. റാണ, അതായത് രാജാവ്, ധാർമ്മികമായ സ്വഭാവക്കാരനായിരുന്നു. മീരയെ അമ്പലത്തിൽ പോകുന്നത് തടഞ്ഞില്ല. പൊതുചർച്ചകൾ ഒഴിവാക്കാനായി മീരയുടെ കൂടെ 3-4 വേലക്കാരികളെ അയക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായി എല്ലാം നന്നായി നടന്നു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം മീരയുടെ ഭർത്താവ് മരിച്ചു. അവളുടെ ഇളയ ഭർത്ത സഹോദരൻ സിംഹാസനത്തിൽ ഇരുന്നു. അവരുടെ തറവാട്ടിലെ ആളുകളുടെ ഉപദേശപ്രകാരം മീരയെ ക്ഷേത്രത്തിൽ പോകുന്നത് വിലക്കിയെങ്കിലും മീര വഴങ്ങിയില്ല. ഇതോടെ മീരയെ കൊല്ലാൻ രാജാവ് പദ്ധതിയിട്ടു. അങ്ങനെ ഒരു പദ്ധതി വേണമെന്ന് അദ്ദേഹം ഗൂഢാലോചന നടത്തി. അവളും മരിക്കുകയും ഞാനും അപകീർത്തിപ്പെടുത്തരുത്. രാജാവ് ചിന്തിച്ചു, ഞാൻ അവളെ എങ്ങനെ കൊല്ലും? രാജാവ് ഒരു പാമ്പാട്ടിയോട് പറഞ്ഞു, പെട്ടിയിൽ സൂക്ഷിക്കുമ്പോൾ പെട്ടി തുറക്കുന്നവനെ കടിക്കുകയും ആ വ്യക്തി തൽക്ഷണം മരിക്കുകയും ചെയ്യുന്ന അത്തരമൊരു പാമ്പിനെ കൊണ്ടുവരിക. പാമ്പാട്ടിയും അത് തന്നെ ചെയ്തു. രാജാവ് തന്റെ മകന്റെ ജന്മദിനം ആഘോഷിച്ചു. അദ്ദേഹം തന്റെ ബന്ധുക്കളെയും മറ്റ് വിശിഷ്ട വ്യക്തികളെയും അതിലേക്ക് ക്ഷണിച്ചു. രാജാവ് മീരയുടെ വേലക്കാരിയോട് പറഞ്ഞു, ഈ വിലയേറിയ മാല എടുക്കൂ. ഇന്ന് എന്റെ മകന്റെ ജന്മദിനമാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് എന്റെ ബന്ധുക്കൾ വന്നിട്ടുണ്ട്. മീരയോട് പറയൂ, അവൾ മനോഹരമായ വസ്ത്രം ധരിച്ച് ഈ മാല അവളുടെ കഴുത്തിലിടണം. അല്ലാത്ത പക്ഷം ബന്ധുക്കൾ പറയും, ഞാൻ എന്റെ അനിയത്തിയെ ശരിയായി ശ്രദ്ധിക്കുന്നില്ല. ഇതെന്റെ ബഹുമാന അനാദരവിന്റെ ചോദ്യമാണ്. വേലക്കാരി ആ ആഭരണപ്പെട്ടി മീരയെ ഏൽപ്പിച്ച് രാജാവിന്റെ കൽപ്പന വിവരിച്ചു. ആ ആഭരണപ്പെട്ടിയിൽ വെള്ളയും കറുപ്പും കലർന്ന ഒരു വിഷമുള്ള പാമ്പുണ്ടായിരുന്നു. മീര വേലക്കാരിയുടെ മുന്നിൽ പെട്ടി തുറന്നു. അതിൽ വജ്രവും മുത്തും കൊണ്ടുള്ള ഒരു നെക്ലേസ് ഉണ്ടായിരുന്നു. മീര ചിന്തിച്ചു, ഞാൻ മാലയിട്ടില്ലെങ്കിൽ അനാവശ്യമായ വഴക്ക് സംഭവിക്കും. ഈ മാല എനിക്ക് മണ്ണാണ്. ഇങ്ങനെ ചിന്തിച്ച് മീര ആ മാല അവളുടെ കഴുത്തിലിട്ടു. രാജാവിന്റെ ഉദ്ദേശം ഇതായിരുന്നു, ഇന്നു മീര പാമ്പുകടിയേറ്റ് മരിക്കും. എല്ലാവർക്കും ഉറപ്പാകും, രാജാവിന് അതിലൊരു പങ്കുമില്ല. മീര പാമ്പുകടിയേറ്റ് നമ്മുടെ മുന്നിൽ മരിച്ചു. കുറച്ചു സമയത്തിന് ശേഷം രാജാവും മന്ത്രിമാരും ചില ബന്ധുക്കളും മീരയുടെ കൊട്ടാരത്തിലേക്ക് പോയി. മീരയുടെ കഴുത്തിൽ ഒരു മനോഹരവും വില കൂടിയതുമായ മാല കണ്ടപ്പോൾ റാണ, രാജാവ് പ്രകോപിതനായി. അഹമ്മദിക്കാരിയായ നീ ഏത് കാമുകനിൽ നിന്നാണ് ഈ മാല കൊണ്ടുവന്നത്? മീരാബായിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾ പറഞ്ഞു, താങ്കൾ തന്നെ അത് വേലക്കാരി വഴി അയച്ചു. അതേ മാലയാണ്. രാജാവ് വേലക്കാരിയെ വിളിച്ചു ചോദിച്ചു, എവിടെയാണ് ആ പെട്ടി? വേലക്കാരി അത് കട്ടിലിനടിയിൽ നിന്ന് എടുത്ത് അവനെ കാണിച്ചു. ഇതാ രാജാവേ, നിങ്ങൾ അയച്ചു തന്ന പെട്ടി. രാജാവ് തിരിച്ചു വന്നു. ഇത്തവണ ഞാൻ അവളെ എന്റെ മുന്നിൽ വെച്ച് വിഷം കുടിപ്പിക്കും. അവളത് കുടിച്ചില്ലെങ്കിൽ ഞാൻ അവളുടെ തല വെട്ടും എന്ന് രാജാവ് ചിന്തിച്ചു.